ഇന്നത്തെ നമ്മുടെ താരം ഇവനാണ്. അപ്പോൾ ഇവനെ വെച്ച് നമ്മളിന്നൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ചക്ക ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ചക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് പിന്നെ അകത്തുനിന്ന് ചക്കക്കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ പുറത്തെ തോലും എല്ലാം കളഞ്ഞ് നമ്മൾ ചുള മാത്രമായിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പഴുത്തതും അല്ല എന്നാൽ ഒരുപാട് പൊട്ടും അല്ലാത്തൊരു മീഡിയം പരുവത്തിൽ നിൽക്കുന്ന ചക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ നമ്മൾ കുരുവെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുഴയാണ്. അപ്പം ഓരോ സ്ഥലത്തും ഇതിന് ഓരോ പേരുകളാണ് പറയുന്നത്. മലബാർ സൈഡുകളിൽ ഇതിന് ചക്ക വേവിച്ചെന്നൊക്കെ പറയും. അതുപോലെ തൊടുപുഴ സൈഡുകളിൽ മറ്റേ ചക്ക പുഴുക്കെന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ഈ ആലപ്പുഴ സൈഡുകളിലൊക്കെ ചക്കക്കുഴയെന്നും പറയും. പക്ഷേ ചക്കക്കുഴ എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് കുഴച്ച് മറിച്ച് എടുക്കുകയും ചെയ്യരുത്. അപ്പം നമ്മളിനി ചക്ക ആവിയിൽ വേവിച്ചെടുക്കാൻ പോകണം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇനി നമ്മളിതിനൊരു ഇഡലിക്കുട്ടുകം എടുത്ത് അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ തട്ടിട്ടതിന് ശേഷം അതിൻ്റെ അകത്തിട്ട് ആവിക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്കവരും വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യണം. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാതെ ഇതുപോലെ ആവിക്ക് വേവിച്ചെടുക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കുഴച്ച് ഒരു 5 മിനിറ്റ് വെച്ച ചക്കയാണ് നമ്മളിത് ആവിക്ക് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇഡലിക്കുട്ടുകത്തിലോട്ട് നമ്മളിത് മുഴുവൻ ഇട്ടു. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ആവി കൊള്ളിക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്കിതിന് വേണ്ട അടുത്ത സ്റ്റെപ്പ് നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇത് മൂടി വെച്ചു. ഇനി നമ്മൾ കുറച്ച് തേങ്ങ തിരുകാൻ പോകണം. ഒരു തേങ്ങ ഇതുപോലെ തിരുമ്മി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമായ അരപ്പിന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങൾ ഒരു 10-15 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നല്ല ജീരകം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് ഇത്രയും എടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയുമാണ്. മല്ലിപ്പൊടി ഓപ്ഷണലാണ്. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കും. കൂടാതെ ഇതിലേക്കൊരു 3-4 കുരുമുളകോ അല്ലെങ്കിൽ ഒരു കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ഒന്ന് ഒതുക്കിയെടുക്കുക. ഒരുപാട് അങ്ങ് അരച്ചെടുക്കാതെ ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അരപ്പെല്ലാം റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയിൽ നല്ല കളർ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ, നല്ല കളറുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മളുടെ ചക്കയൊക്കെ നല്ല ആവിയിൽ ഏകദേശം വെന്തിട്ടുണ്ട്, ഒരു മീഡിയം വേവായിട്ടുണ്ട്. അപ്പം നമ്മളിനി ആ സമയത്ത് തന്നെ വേറെ ഒരു പാത്രം അടുപ്പിലോട്ട് വെക്കണം. നമ്മളിപ്പോൾ ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ ഈ ആവിയിൽ വേവിച്ച ചക്ക എല്ലാം കൂടെ ഇടുവാണ്. കണ്ടത് ഇത്രയും വേവേ ആയിട്ടുള്ളൂ, ചെറിയൊരു മീഡിയം വേവേ ആയിട്ടുള്ളൂ. ചക്ക പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും, അതിനെ അനുവദിക്കരുത്. അപ്പോൾ ഈ ഒരു മീഡിയം വേവിൽ നമ്മളിത് അങ്ങോട്ട് മാറ്റുവാണ്. ഇനി നമ്മൾ ഈ ഉരുളിയിലോട്ട് നമ്മൾ ഈ അരപ്പെല്ലാം ഇട്ട് കൊടുക്കണം. ഈ ചക്കയിലോട്ട് നമ്മൾ അരപ്പെല്ലാം ഇട്ടൊന്ന് മൂടി പൊത്തി വെക്കണം കേട്ടോ. ഈ ചക്കയെല്ലാം ഉപയോഗിച്ച് തന്നെ മൂടി പൊത്തി ഈ അരപ്പ് എല്ലാം കൂടെ നല്ല പോലെ വേകുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഈ അരപ്പിൻ്റെ കൂട്ടത്തിലുള്ള വെള്ളവും എല്ലാം കൂടെ ഒഴിക്കണം. ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിക്കരുത്. നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ഒന്ന് മിക്സായി എടുക്കത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിങ്ങ് എടുക്കാം. ചക്ക ഏകദേശം വെന്തിരിക്കുകയാണ്. ഇനി ചെറുതായിട്ടൊന്ന് ആവി കൊണ്ടാൽ മാത്രം മതി. ഈ സമയത്ത് നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാനുണ്ട്. അപ്പോൾ ഇവൻ അവിടെ നിന്ന് ആവി കൊള്ളുന്ന സമയത്ത് നമുക്ക് മറ്റേ അടുപ്പിലോട്ട് നമുക്ക് ഒരു ചെറിയ ചീനച്ചട്ടി എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാനുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളാണ് നമുക്കിത്. കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ഉണക്കമുളക്, ഇത്രയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ തിളച്ചു, കടുകിട്ടു. നല്ല കടുക് ഇങ്ങനെ കട്ടപ്പെട്ടോ എന്ന് പറഞ്ഞിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുകെല്ലാം പൊട്ടി തീരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടി തീരാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇടാനുണ്ട്. അപ്പോൾ അതെല്ലാം വാരി വിതറുവാണ്. നമ്മുടെ ചെറിയ ഉള്ളി ഇട്ടു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ ഉണക്കമുളക് ഇടാവേ. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇടുമ്പോഴേക്കും തന്നെ നല്ല അടിപൊളി ഒരു മണമായിരിക്കും. അപ്പോൾ നമ്മളിത് കറിവേപ്പിലയെല്ലാം ഇട്ടതിന് ശേഷം നമ്മളിത് ഉണക്കമുളക് ഇടും. ഉണക്കമുളക് ഇട്ടതിന് ശേഷം നല്ല പോലെ മൂപ്പിച്ചിങ്ങോട്ട് എടുക്കണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ചക്കക്കുഴയുടെ ഏറ്റവും ഹൈലൈറ്റ് സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല കറക്റ്റ് പരുവത്തിൽ നമ്മൾ എടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. എന്നാൽ നല്ല കറക്റ്റ് മൂപ്പിൽ തന്നെ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ എടുക്കണം. അപ്പോൾ ഉണക്കമുളകൊക്കെ ഇട്ടു. ഇനി നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ കടുക് പൊട്ടിച്ചത് ഈ ഉള്ളിയും മുളകും എല്ലാം നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരെ ചക്കക്കുഴയിലോട്ട് ഇവനെ അങ്ങ് തട്ടും. തട്ടിയതിന് ശേഷം നമ്മൾ ആ മൂടി വെച്ച് നല്ലപോലെ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് അവിടെ അങ്ങ് വെച്ചേക്കണം. അതിനുശേഷം നമ്മളിത് തുറന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് ഏകദേശം പരുവമായിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുഴയിലേക്ക് ഇടാം. കണ്ടോ,
നമ്മുടെ ഏകദേശം മസാലയെല്ലാം നല്ല പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ ചക്ക പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി കുക്കറിലോട്ട് ഇട്ടതിന് ശേഷം അരപ്പെല്ലാം ഒന്നിച്ചിട്ട് നേരെ കുക്കറിലിട്ട് അങ്ങ് അടിച്ച് വേവിച്ചിങ്ങെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും അടിഭാഗത്തൊക്കെ കുറേയൊക്കെ വെന്തൊക്കെ അങ്ങ് പോകും, കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് പരുവത്തിലും കിട്ടും, പ്രത്യേക ഒരു ടേസ്റ്റിലൊക്കെ കിട്ടും. അപ്പോൾ ഇനി ചക്ക കുഴയ്ക്കാൻ നേരം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ കടുക് താളിച്ച് മുളകൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചക്ക വേവിച്ച് വെച്ചതിലോട്ട് നമുക്ക് നേരെ തട്ടാം. അപ്പോൾ നമ്മൾ തട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇത് കണ്ട് തട്ടിയതിന് ശേഷം നമ്മൾ നേരെ മൂടി എടുത്ത് വെച്ച് അങ്ങ് മൂടി വെക്കുവാണ്. കുറച്ച് നേരം അവൻ അവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ആ മണമൊക്കെ നല്ലപോലെ ചക്കയിലോട്ടൊക്കെ അങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് നോക്കാം. കണ്ട നല്ല അടിപൊളി ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ സ്വന്തം ചാനലായ ടോണിച്ചേട്ടൻ വ്ളോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി.